ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയൂണ് കറികള്, പിന്നെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളായിട്ട് തന്നെയാണ്. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പം പതിവ് പോലെ തന്നെ ആദ്യം കിച്ചണിലേക്ക് വന്ന് ജഗ്ഗിൽ വെള്ളമൊക്കെ എടുത്ത് വെച്ചു. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കുന്നത് ചീഞ്ചട്ടിയപ്പവും പിന്നെ ഒരു ഗാർലിക് ചട്നിയാണ്. ഇതേ ബൗളിലേക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി എടുക്കുക. അപ്പോൾ പത്തിരിപ്പൊടിയാണ് എടുക്കുന്നത്. പിന്നെ അതിലേക്ക് നാളികേരം. അപ്പോൾ നാളികേരത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അപ്പോൾ 2-3 പിടി നാളികേരം എടുക്കുക. അതുപോലെ തന്നെ ഒരു 3-5 ചെറിയ ഉള്ളി അരിഞ്ഞത്, കുറച്ച് ഒരു ചെറിയ സ്പൂൺ, ഒരു 3/4 സ്പൂണൊക്കെ മതിയാവും ചെറിയ ജീരകം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായി ആദ്യം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കുക കേട്ടോ. അപ്പം നന്നായി ചൂടാവൊന്നും വേണ്ട, ഒന്ന് തണവ് കിട്ടാൽ മതി. അപ്പോൾ ചെറു ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. അപ്പം നല്ലോണം വെള്ളം ഒഴിച്ച് നല്ലോണം ഇത്തിരി ലൂസായിട്ട് തന്നെ കലക്കിയെടുക്കണം. ഇതാ മാവൊക്കെ ഒരുവിധം നന്നായി കലക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം കേട്ടോ. കുറച്ചും കൂടി ഞാൻ വെള്ളം ഒഴിച്ച് നന്നായി ഒന്നും കൂടിയും കലക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അത് മൂടി വെച്ച് മാറ്റി വയ്ക്കാം. പിന്നെ ഗാർലിക് ചട്നിക്കായിട്ട് പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു പിടി വെളുത്തുള്ളിയും അതേപോലെ തന്നെ അത്രയ്ക്ക് തന്നെ നമ്മൾ ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട്. ചെറുള്ളിയും വെളുത്തുള്ളിയും ചെറിയ തീയിലൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പൊ വറ്റൽമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച്, അതുപോലെ തന്നെ മുളകിന്റെ എരിവും ആണ്. ചില മുളകിന് നല്ല എരിവുണ്ടാവും. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കുറച്ച് നേരം. ചെറിയുള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി പിന്നെ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളിയും കൂടി ഇടുന്നുണ്ട്. പിന്നെ നന്നായി ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായി അരിഞ്ഞ് കിട്ടണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചാലേ അരിഞ്ഞ് കിട്ടൂ. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായി അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ കടുകിട്ട് ആദ്യം പൊട്ടിച്ച് പിന്നെ അതിലേക്ക് കുറച്ച് ഉഴുന്നും കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തു. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ച ചട്നി അതിലേക്ക് ഒഴിച്ച് താളിച്ചെടുത്തു കേട്ടോ. അപ്പോൾ 1-2 സെക്കൻഡ് ഒന്ന് നന്നായി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഗാർലിക് ചട്നി റെഡിയായി. ഇനി നമുക്ക് ചീഞ്ചട്ടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ദോശക്കല്ലിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ചീഞ്ചട്ടിയിൽ വേണമെങ്കിൽ ചീഞ്ചട്ടിയിൽ എണ്ണ വരട്ടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ദോശക്കല്ലിൽ ഞാൻ നന്നായി എണ്ണ വരട്ടിയുണ്ട്. അതിലേക്ക് കുറച്ച് ഇഷായിട്ട് ഒഴിച്ച് ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് സൈഡുകളൊന്നും നന്നായിട്ട് എല്ലാ ഭാഗവും മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് എടുക്കാം കേട്ടോ. അടി നല്ലോണം മൊരിഞ്ഞ് വരുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് കഴിക്കാനായിട്ട്.
ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല മൊരിഞ്ഞ ചീഞ്ചട്ടിയപ്പം ഗാർലിക് ചട്നി. അപ്പോൾ ഇതേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പുതിയ ഗ്ലാസ് ഇന്നലെ വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ ഗ്ലാസ്സൊക്കെ വാങ്ങിച്ചു കൊണ്ടു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ടൊന്ന് തിളച്ച വെള്ളത്തിലിട്ട് കുറച്ച് നേരം ഇട്ട് വയ്ക്കും കേട്ടോ. അപ്പം നമ്മൾ സാധാരണ ഗ്ലാസ് കൊണ്ടുവന്ന് ഒന്ന് കഴുകിയെടുത്ത് അതിലേക്ക് ചിലപ്പോൾ ചൂടുള്ള ചായ ഒക്കെ കഴിക്കണമെങ്കിൽ പെട്ടെന്ന് പൊട്ടും ചിലപ്പോൾ. അപ്പം ഇങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ പൊട്ടില്ല. അപ്പം നമ്മൾ ഗ്ലാസ് ഒരു വലിയ പാത്രത്തിൽ വെള്ളം വയ്ക്കുക. അപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട്, ഞാൻ ഒരുവിധം ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഈ ഗ്ലാസ്സൊക്കെ അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. ഗ്ലാസ് അതിൽ കിടന്നിട്ട് നന്നായിട്ട് തിളക്കട്ടെ. നന്നായി തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കുക. പിന്നെ ആ തിളച്ച വെള്ളത്തിൽ ആ ഗ്ലാസ് അങ്ങനെ കിടന്ന് വെള്ളം നന്നായിട്ട് തണുക്കുമ്പോൾ ആ ഗ്ലാസ് അതിൽ നിന്ന് എടുത്ത് നമുക്ക് കഴുകി സാധാരണ ഉപയോഗിക്കണമെങ്കിൽ പോലെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഗ്ലാസ് പെട്ടെന്ന് ചൂടുള്ള ചായയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടില്ല കേട്ടോ. പിന്നെ ചില്ല് ഗ്ലാസ് ആയ കാരണം പൊട്ടും, എന്തായാലും പൊട്ടാതിരിക്കില്ല. എന്നാലും മറ്റ് സാധാ നമ്മൾ ഇങ്ങനെ ചെയ്യാണ്ട് ഉപയോഗിക്കുന്ന ഗ്ലാസ്സിനായിട്ട് കുറച്ചും കൂടി ഒരു പൊട്ടാൻ സാധ്യത കുറവായിരിക്കും. പിന്നെ ഇത് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചു വന്നത് ഒന്ന് ഇട്ട് വയ്ക്കിന്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഉച്ചയൂണ് കറികളൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഉച്ചക്കലത്തേക്കായിട്ട് ഞാനൊരു മീൻകറിയും പയറുപ്പേരിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതേ പയറുപ്പേരി ഉണ്ടാക്കാനായിട്ട് ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് ചെറിയുള്ളി ചതച്ചതും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതേ ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് നന്നായി മൂത്ത് വന്നപ്പോൾ അതിലേക്ക് എരിവിന് ആവശ്യമുള്ള ചതച്ച മുളക് കൂടി ഇട്ട് അതുകൂടി ഒന്ന് ചെറിയ തീയിലൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചുള്ള പയർ അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പിട്ട് വേവിച്ചെടുത്തുള്ള പയറാണ്. അപ്പോൾ നമ്മുടെ ഉച്ചക്കലത്തേക്കായിട്ട് നല്ല മട്ടരിച്ചോറും
പയറുപ്പേരിയും ഉണക്കപ്പയറുപ്പേരി, പപ്പടം, പിന്നെ നമ്മുടെ കടുമാങ്ങച്ചാറ്, നാളികേരം അരച്ച് വെച്ച ആവോലിക്കറി. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.